ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കോംബോ ഓഫറിൽ ചെറിയ 3 ഡാലിയ തൈകൾ വാങ്ങിയിട്ടുണ്ട്. അത് വയനാട്ടിൽ നിന്നാണ്. ഇന്നലെ അവരയച്ചു, ഇന്ന് എനിക്ക് സേഫായിട്ട് ഇവിടെ കിട്ടിട്ടോ. അപ്പോൾ അതാണ് തുറക്കുന്നത്. അപ്പോൾ വലിയ നല്ല നാടനാലി, വലിയ പൂക്കൾ ഉണ്ടാവുന്ന നാടൻ ഡാലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നറിയില്ല, ചെറിയ തൈയാണോ അല്ലേന്നൊന്നും അറിയില്ല. പക്ഷെ തുറന്ന് നോക്കിയപ്പോൾ നല്ല തൈകളാട്ടോ. നല്ല തൈകൾ എന്ന് മാത്രമല്ല, സർപ്രൈസായിട്ട് ഒരു തൈയിൽ പൂവും ഉണ്ട് എന്നുള്ളതാണ്. ഓടിഞ്ഞു പോയി, പക്ഷെ അത്രയും മെച്ചറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ കളറ്, ഒന്നിൻ്റെ കളർ ഏതായാലും മനസ്സിലായി, ബാക്കിയുള്ള ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തന്നെ അത്ഭുതമായി പോയി. ഇത്രയും കുറഞ്ഞ വിലക്ക് എനിക്ക് ഇത്ര നല്ല പ്ലാന്റ് കിട്ടി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇതല്ലേ. ഇത് വയനാട്ടിലെ ഒരു നീതു ഗാർഡൻസ് എന്നാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അത് നമുക്കിതിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഒരുപാട് ചെടികളൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. 3 ചെടികളും വളരെ ഹെൽത്തി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഹെൽത്തി ആയെന്ന് മാത്രമല്ല, നല്ല ചെടികളാണ്. നല്ല വണ്ണമുള്ള നേരിയ ചെടികളും നല്ല നല്ല വണ്ണമൊക്കെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള 3 ചെടികളാണ് കിട്ടിയത് കേട്ടോ. നല്ല മെച്ചർ പ്ലാന്റ് തന്നെയാണ് കിട്ടിയത്. അല്ലാതെ തീരെ ചെറിയ കുഞ്ഞ് തൈകളോ അങ്ങനെയുള്ള ഇതൊന്നുമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്ര കുറഞ്ഞ വിലക്ക് ഇത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഡാലിയ പ്ലാന്റിന് നല്ല വില ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാന്റ് പൂക്കളൊക്കെ ഉള്ളതിന് ഏറ്റവും കുറഞ്ഞത് 100, 150, 120 ആ റേഞ്ചിൽ കൊടുക്കണം. ഇനിയിപ്പോൾ ഏറ്റവും കുറഞ്ഞ 80 കൊടുക്കണം ഒരു തൈക്ക്. 80, 90 ഒക്കെ കൊടുക്കേണ്ടി വരും. ആ രീതിയിലെങ്കിലും കൊടുക്കണം. പക്ഷെ ഇതങ്ങനെയല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് 3 തൈകൾ കിട്ടിയിട്ടുള്ളത് വെറും 100 രൂപയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ. 100 രൂപ, പിന്നെ കൊറിയർ ചാർജും അടക്കമാണ് കിട്ടിയത്. നല്ല കിട്ടലല്ലേ ആ രീതിയിൽ കിട്ടിയത്. വേറെ എവിടെയെങ്കിലും നഴ്സറിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിനെ സേഫായിട്ട് നടണം. പിന്നെ അതൊരു വിത്താണ് കേട്ടോ. ആസ്റ്റർ സെലോഷ്യ. ആസ്റ്റർ ചെടീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഞാൻ തമ്പനയിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതാണ് ആസ്റ്റർ. മനോഹരമായ പൂക്കളാണ്. പക്ഷെ അതിൻ്റെ വിത്തുകളാണ് കേട്ടോ. ഈ വിത്തുകൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഇതും വയനാട്ടിൽ നിന്ന് തന്നെയാണ്. J4U എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ അതിൻ്റെ പ്രത്യേകത അവർ ഉണ്ടാക്കിയ ആ ചെടിയിൽ നിന്ന് ശേഖരിച്ച വിത്തുകളാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിന് ജെർമിനേഷൻ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുളച്ച് കിട്ടുന്നുള്ള ഉറപ്പാണ്.